അകാരാന്തത്തിൽ അവസാനിക്കുന്ന ചില പുല്ലിംഗ പദങ്ങളെ പരിചയപ്പെടാം. അകാരാന്തഃ പുല്ലിംഗഃ ഗജശബ്ദഃ. ഗജശബ്ദം ഓരോ വിഭക്തിയിലൂടെയും അതുപോലെ തന്നെ എണ്ണത്തെ കാണിക്കുന്ന വചനങ്ങളിലൂടെയും എങ്ങനെയാണെന്ന് നോക്കാം. പ്രഥമാ വിഭക്തിയിൽ നമുക്കറിയാം എന്താണോ നാമപദം അഥവാ ശബ്ദം അതേ ശബ്ദം തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്നും. ഇവിടെ ഏകവചനത്തിൽ ഒരു ആനയെന്നും ദ്വിവചനത്തിൽ 2 ആനകളെന്നും ബഹുവചനത്തിൽ 2-ൽ കൂടുതൽ ആനകളെന്നും മനസ്സിലാക്കണം. അതിനെ എന്നർത്ഥം വരുന്ന ദ്വിതീയ വിഭക്തി ഗജം, ഗജൗ, ഗജാൻ. കാരണവാചിയായിക്കൊണ്ട് തൃതീയ ഗജേന, ഗജാഭ്യാം, ഗജൈഹി. ആയിക്കൊണ്ട് എന്നർത്ഥം വരുന്ന ചതുർത്ഥി ഗജായ, ഗജാഭ്യാം, ഗജേഭ്യഃ. അതിൽ നിന്നും അല്ലെങ്കിൽ കാരണം പറയുന്നതിന് പഞ്ചമി ഗജാത്, ഗജാഭ്യാം, ഗജേഭ്യഃ. അതിൻ്റെ എന്നർത്ഥം വരുന്ന ഷഷ്ഠി ഗജസ്യ, ഗജയോഹോ, ഗജാനാം. അതിൽ എന്നർത്ഥം വരുന്ന സപ്തമി ഗജേ, ഗജയോഹോ, ഗജേഷു. അഭിസംബോധന ചെയ്യുന്നതിനായി സംബോധന പ്രഥമ. പ്രഥമാ വിഭക്തിയോടൊപ്പം ഹേ എന്ന് ചേർക്കുമ്പോൾ സംബോധന പ്രഥമ ലഭിക്കുന്നു. ഹേ ഗജ, ഹേ ഗജൗ, ഹേ ഗജാഹ. അകാരാന്തഃ പുല്ലിംഗഃ വൃക്ഷശബ്ദഃ. പ്രഥമാ വിഭക്തിഃ വൃക്ഷശബ്ദത്തിലൂടെ നോക്കാം. വൃക്ഷഃ, വൃക്ഷൗ, വൃക്ഷാഃ. അതിനെ എന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ വൃക്ഷത്തിനെ എന്നർത്ഥം വരുന്ന ദ്വിതീയ വിഭക്തി വൃക്ഷം, വൃക്ഷൗ, വൃക്ഷാൻ. കാരണവാചിയായിട്ടുള്ള അഥവാ വൃക്ഷത്താൽ എന്നു വരുന്ന തൃതീയ വൃക്ഷേണ, വൃക്ഷാഭ്യാം, വൃക്ഷൈഹി. അതിങ്കൽ നിന്നെന്ന് അർത്ഥം വരുന്ന ചതുർത്ഥി വൃക്ഷായ, വൃക്ഷാഭ്യാം, വൃക്ഷേഭ്യഃ. അതിൽ നിന്നും എന്ന് അർത്ഥത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്നും എന്നർത്ഥത്തെ കാണിക്കുന്ന പഞ്ചമി വിഭക്തി വൃക്ഷാത്, വൃക്ഷാഭ്യാം, വൃക്ഷേഭ്യഃ. അതിൻ്റെ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ എന്നർത്ഥത്തെ കാണിക്കുന്ന ഷഷ്ഠി വിഭക്തി വൃക്ഷസ്യ, വൃക്ഷയോഹോ, വൃക്ഷാണാം എന്നിങ്ങനെ രൂപം. സപ്തമിയിലാകട്ടെ അതിങ്കൽ എന്നർത്ഥം വൃക്ഷേ, വൃക്ഷയോഹോ, വൃക്ഷേഷു എന്നിങ്ങനെ പല വിധത്തിൽ രൂപങ്ങൾ നമുക്ക് കാണാം. അഭിസംബോധന ചെയ്യുന്നതിനായി സംബോധന പ്രഥമ ഹേ വൃക്ഷ, ഹേ വൃക്ഷൗ, ഹേ വൃക്ഷാഃ.